ഹലോ, ഒന്ന് ഹയാട്ട് വരെ പോയി അടിച്ച് പൊളിച്ചിട്ട് വന്നാലോ? അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഹയാട്ടിൽ നമ്മളൊരു 3 ഡേ ഒന്ന് വെക്കേഷന് വേണ്ടി പോകണം. അപ്പോൾ ഇത് നമ്മളുടെ ഡേ 1 ആണ്. നമ്മൾ ഒരു ഫ്രൈഡേ ഒരു 3 PM നമുക്ക് ചെക്ക് ഇൻ. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമായപ്പോൾ നേരത്തെ അവരെ വിളിച്ച് നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടുള്ള പ്രൊസീജിയറൊന്നും അവിടെ താഴെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെന്നു, നമുക്ക് വേഗം തന്നെ റൂമിലേക്ക് പോകാൻ പറ്റി. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ചെയ്തത് വെക്കേഷന് വേണ്ടിയിട്ട്. സോ ഇതെനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ സംഭവങ്ങളും സെറ്റപ്പും ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ അറിയേണ്ടത്, അത് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ടൈം എടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മിറർ അടിപൊളിയായിരുന്നു. ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അതൊന്നും മാറാൻ തോന്നില്ല, അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ റൂമിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. കാരണം കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നൊക്കെ എനിക്ക് ഭയങ്കര പുതിയതായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ അവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്തതെന്നൊക്കെയുള്ളത് നോക്കുമായിരുന്നു. പിന്നെ ഇതായിരുന്നു നമ്മളുടെ റൂമിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ. പിന്നെ ഞാൻ ഓരോരോ സൈഡ് ബൈ അവിടെ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. അത് ഭയങ്കര നീറ്റ്, ക്ലീൻ ആൻഡ് പീസായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇത് നമ്മളുടെ ബാത്റൂമാണ്. ആ ബാത്റൂം പോലും എത്ര ഭംഗിയാണെന്നറിയോ? ഈ ഒരു ചെറിയ മിററുണ്ട് നമ്മുടെ ഫേസിൽ അത്രയും എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പിന്നെ ഞാൻ വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു നോക്കി എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ നമുക്കൊരു ലോക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗോൾഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്പർ ലോക്ക് ചെയ്ത് സേഫായിട്ട്, അതായത് ശരിക്കും ഇത് നല്ല സേഫായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് നമുക്ക്. പിന്നെ ഞാൻ അവിടെ തന്നിട്ട് നമുക്ക് അവിടെ തന്ന ആ ചപ്പൽസൊക്കെ ഇട്ട് ഞാനും ജോക്കുട്ടനും ഇങ്ങനെ ചുമ്മാ അവിടെ നടക്കുമായിരുന്നു. ജോക്കുട്ടനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം പുതിയൊരു സ്ഥലമാകുമ്പോൾ കുട്ടികളാകുമ്പോൾ അവർ മാക്സിമം ഓരോ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിട്ട് എൻജോയ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ റൂമിൽ തന്നെ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ അന്നത്തെ ദിവസം ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഒരു കുറച്ച് നേരം തീർക്കാനുള്ള വർക്ക് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ചെയ്തു. ആ ടൈം കൊണ്ട് ജോക്കുട്ടൻ പറഞ്ഞു ജോക്കുട്ടന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്നൊരു ബനാന, സാധാരണ അങ്ങനെ കഴിക്കാത്തതാണ്, പക്ഷേ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ കുട്ടികൾ അങ്ങനെയാണല്ലോ, അവിടെ ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ അത് ചിലപ്പോൾ കഴിക്കും. അങ്ങനെ അവിടെ ഇരുന്ന ബനാനയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പുറത്തേക്കൊന്ന് ഇറങ്ങി. ഇനി പുറത്തൊക്കെ എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് ചുറ്റും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യം തന്നെ സ്വിമ്മിംഗ് പൂളും അവിടുത്തെ പൂൾ ഏരിയ ഒക്കെ കാണണം എന്നുള്ള ജോക്കുട്ടൻ്റെ ആ ഒരു ഇതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. ജസ്റ്റ് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായില്ല, അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് പിന്നെ ഫുഡൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിന്നർ അവിടെ ഇഫ്താർ ബൊഫയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം നമ്മൾ പോയത് നോമ്പിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് ആ ഇഫ്താർ ബൊഫെ തന്നെ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മലബാർ കഫേയിലാണ് ഞാൻ പോയത്. നമ്മൾ എത്രയൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചാലും ഇത്രയും ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് അത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ കാണുമ്പോൾ ശരിക്കും ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. അയ്യോ, കുറേ ഐറ്റംസൊക്കെ മിസ് ചെയ്തിരുന്നു. കാരണം നമ്മളുടെ ഒരു വയറ് വെച്ചിട്ട് നമുക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇത്രയും വെറൈറ്റീസ് കഴിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച്. മാംഗോസൊക്കെ വരെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി തന്നെ പല വെറൈറ്റി, ബീഫ്, ചിക്കൻ, മട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ചാട്ട് സെക്ഷൻ ഉണ്ടായിരുന്നു, പിസ്സ ഉണ്ടായിരുന്നു, ബർഗർ ഉണ്ടായിരുന്നു, ഷവർമയുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് കഴിക്കണം എന്ന് തോന്നിയാൽ അതവിടെ അപ്പം അവൈലബിൾ ആണ്. പിന്നെ സീ ഫുഡിൻ്റെ അയ്യോ പറയാൻ വാക്കുകളില്ല. ഈ പ്രോൺസൊക്കെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു റേറ്റിന് അത് ശരിക്കും മുതലാവും നമുക്ക്. പിന്നെ നെയ്മീൻ, പ്രോൺസ്, സീ ഫുഡിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ഇരുന്നാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ നേരെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ നടന്ന് കഴിയുമ്പോൾ ജോക്കൂടെ സമ്മതിക്കാതെ വന്നപ്പോൾ രാത്രി ഞങ്ങൾക്ക് നിവർത്തിയില്ലാതെ പൂളിൽ ഇറങ്ങേണ്ടി വന്നു. കാരണം നമ്മൾ പൂളൊക്കെ പിറ്റേ ദിവസം പോവാം, ഇന്ന് നമുക്ക് മാക്സിമം ഇവിടെയൊക്കെ നടക്കാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ജോക്കൂടെ സമ്മതിച്ചില്ല. പൂൾ അടിപൊളിയായിരുന്നു. കിഡ്സിൻ്റെ ഉണ്ട്, പിന്നെ സെപ്പറേറ്റ് വേറെ നമുക്ക് കുറച്ചുകൂടെ ആഴമുള്ള ടൈപ്പ് ഉണ്ട്, പിന്നെ ജക്കുസി ഉണ്ട്. അങ്ങനെ നല്ല രസമുണ്ട്. കുറേ ആക്ടിവിറ്റീസും അവർ പൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് അതൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.